ഹായ് എവരിവൺ. സോ കീം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് മക്കളെ. നിങ്ങൾക്കറിയാം കീം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. നീറ്റ് പോലെ നമ്മൾ ബബിൾ ചെയ്യുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ആദ്യമായിട്ട് എഴുതുന്ന കുട്ടികളായിരിക്കും എനിക്ക് തോന്നുന്നു 90% കുട്ടികളും മേ ബി +2 ശേഷം ആദ്യമായിട്ടായിരിക്കും ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് എങ്ങനെയാണ് CBT എക്സാം നടക്കുന്നത് അത് പരിചയപ്പെടാനുള്ള ഒരു ടൈമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് CBTയുടെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്കിപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതായത് എഞ്ചിനീയറിംഗിന്റെയും ഫാർമസിയുടെയും കീം എക്സാമിനേഷന്റെ ഒരു പ്രാക്ടീസ് ടെസ്റ്റിന്റെ ലിങ്ക് ഇപ്പോൾ കീമിന്റെ സിയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. സോ ജസ്റ്റ് നിങ്ങൾ ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ കയറുക. അവിടെ കീം 2026 കാൻഡിഡേറ്റ് പോർട്ടൽ കാണും. ആ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു മെനു കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. എങ്ങനെയാണ് എക്സാമിനേഷൻ നടക്കുക. യെസ്, അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ആ പ്രാക്ടീസ് ടെസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് എങ്ങനെയാണ് ഓരോന്നും മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ കേട്ട് നോക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും, വ്യക്തമാകും. യെസ്, അപ്പോൾ ആദ്യം പറയാനുള്ളത്, നിങ്ങൾ ഹാളിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ഒരു 2 hours ബിഫോർ എത്തുക. ഇപ്പം 2 മണിക്ക് തുടങ്ങുന്ന എക്സാം ആണെങ്കിൽ 12 o'clock തന്നെ നിങ്ങൾ എത്തുന്ന ടൈമിൽ നിങ്ങളുടെ ഫേഷ്യൽ ഐഡന്റിഫിക്കേഷനും ഫേഷ്യൽ ഇമേജ് ക്യാപ്ചറിങ്ങും വെരിഫിക്കേഷനും ഒക്കെ കഴിയും. അതിനുശേഷം നിങ്ങളെ അലോക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റിലേക്ക് എത്തിക്കും. എവിടെയാണോ നിങ്ങളുടെ ആ ഒരു സെന്ററിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ലാബിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതായിരിക്കും. യെസ്, ഇനി അവിടെ എത്തിയതിനു ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ പറയാണ്. നിങ്ങളുടെ നിങ്ങൾ അവിടെ കാണുന്ന സ്ക്രീനിന്റെ ലോഗിൻ സ്ക്രീനിന്റെ ഏറ്റവും ലെഫ്റ്റിൽ ഇടതുഭാഗത്ത് ബോട്ടം കോർണറിലായിട്ട് നിങ്ങളുടെ അലോട്ടഡ് സീറ്റ് നമ്പർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന സീറ്റ് നമ്പറും നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന നമ്പറും സെയിം ആണോ എന്ന് നോക്കുക. നിങ്ങളുടെ ലോഗിൻ സ്ക്രീൻ, നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, കമ്പ്യൂട്ടറിലാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സ്ക്രീനിന്റെ ലെഫ്റ്റ് ബോട്ടം കോർണറിലായിട്ടായിരിക്കും നിങ്ങളുടെ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു സീറ്റ് നമ്പർ കാണും. അതും നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന നമ്പറും സെയിം ആണോ എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് എൻഷുർ ചെയ്തേക്കുക. യെസ്, രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ റോൾ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ റോൾ നമ്പർ എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ലോഗിൻ ആ ഒരു സ്ക്രീനിൽ ലോഗിൻ ബാനർ കാണും. അവിടെയാണ് നിങ്ങളുടെ റോൾ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. മൗസും വിർച്വൽ കീബോർഡും യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് കീബോർഡ് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ഒറിജിനൽ ആയിട്ടുള്ള കീബോർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. വിർച്വൽ ആയിട്ടുള്ള കീബോർഡും മൗസും മാത്രമായിരിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അത് യൂസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ റോൾ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റോൾ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം 5462 എന്താണോ റോൾ നമ്പർ അത് എൻ്റർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ അവരതിൻ്റെ വാലിഡേഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ റോൾ നമ്പർ വാലിഡ് ആണോ കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ വാലിഡേഷന് ശേഷം അവിടെ സ്ക്രീനിൽ നിങ്ങൾക്കൊരു സീക്രട്ട് കോഡ് കാണാം. ഒരു സീക്രട്ട് കോഡ് അവർ തരും. ആ കോഡ് അവിടെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വാലിഡേഷന് ശേഷമായിരിക്കും സീക്രട്ട് കോഡ് നിങ്ങൾക്ക് വരിക. ദയവേത് നിങ്ങൾ മൊബൈൽ ഫോൺ ഒന്നും കൊണ്ട് കയറരുത്. അതൊന്നും അതിനുള്ളിൽ അലൗഡ് അല്ല. മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ നിങ്ങളുടെ കാൽക്കുലേറ്ററോ ഡിജിറ്റൽ വാച്ചോ ഒന്നും അതിനുള്ളിൽ അലൗഡ് അല്ല. എല്ലാം നിങ്ങളുടെ എക്സാം നടക്കുന്ന നമ്മുടെ OMR ഷീറ്റ് എന്ന് പറയുന്ന ആ ഒരു കമ്പ്യൂട്ടറാണ്. അതിനുള്ളിലേക്കായിരിക്കും എല്ലാം വരിക. സോ അതിനുള്ളിലേക്ക് സീക്രട്ട് കോഡ് വരും. ആ സീക്രട്ട് കോഡ് നിങ്ങൾ അതിനുള്ളിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് ശേഷം നമുക്ക് കുറെ ഇൻസ്ട്രക്ഷൻസ് കാണും. എങ്ങനെയാണ് എക്സാം എന്നുള്ള ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും കാണും. അടുത്ത പേജിൽ നിങ്ങൾ അതായിരിക്കും കാണുക. ഓക്കെ, അപ്പൊ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നന്നായിട്ട് മക്കള് വായിച്ചു നോക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, ആൻഡ് അടുത്തത് പറയാനുള്ളത്, ആ ജനറൽ ഇൻസ്ട്രക്ഷൻസ് വരുന്ന പേജിന്റെ ഏറ്റവും ടോപ്പില് റൈറ്റ് കോർണറിലായിട്ട്, അതായത് ഈ ഭാഗത്തായിട്ട് മക്കൾക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും? ഒന്ന് നിങ്ങളുടെ പേര്, നിങ്ങളുടെ റോൾ നമ്പർ, നിങ്ങളുടെ ഫോട്ടോ. ഏത് ഫോട്ടോ എന്ന് വെച്ചാൽ കീം 2026 എക്സാമിനേഷന് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്ത ആ ഫോട്ടോഗ്രാഫ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. എല്ലാം കറക്റ്റ് അല്ലേന്ന് മാച്ച് ചെയ്ത് നോക്കുക കേട്ടോ. കാരണം എന്തെങ്കിലും എല്ലാം CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. അപ്പോൾ ഒന്നും എറർ സംഭവിച്ചിട്ടില്ല. നിങ്ങൾ തന്നെ ഉറപ്പ് വരുത്തണം. നിങ്ങളുടെ നെയിം, റോൾ നമ്പർ, ഫോട്ടോഗ്രാഫ് എല്ലാം കറക്റ്റ് അല്ലേന്ന് മക്കൾ ഉറപ്പ് വരുത്തുക. യെസ്, അതിനുശേഷം ഒരു മോക്ക് ടെസ്റ്റ് ആയിരിക്കും നടക്കുക. അതായത് ഇപ്പൊ നമ്മൾ ഒരു പ്രാക്ടീസ് ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഈ എക്സാം നടക്കാന്നുള്ള മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കാം. എനിവേ, അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ജസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അവിടെ ടൈമർ നിങ്ങൾക്ക് കാണാൻ പറ്റും. 5 4 3 2 1
0 എന്ന് പറയുന്നതുള്ള ടൈമർ വരും. അപ്പോൾ 0-ൽ എത്തുന്ന ടൈമിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ എക്സാമിനേഷൻ നടക്കുന്നതിന് ഒരു 15 മിനിറ്റ്സ് ബിഫോർ ആയിരിക്കും നമ്മുടെ ആക്ച്വൽ എക്സാമിനേഷൻ തുടങ്ങുന്നതിന്. ഇപ്പോൾ 2 മണിക്കാണെങ്കിൽ അതിനൊരു 15 മിനിറ്റ്സ് മുന്നേ ആയിരിക്കും മോക്ക് ടെസ്റ്റ് നടത്തുക. അപ്പോൾ നമ്മുടെ ടൈമൊന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ല. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു എന്ന് കരുതിയിട്ട് മോക്ക് ടെസ്റ്റ് എന്തായാലും ഉണ്ടാവും. യെസ്. ആൻഡ് അവിടെ റൈറ്റ് കോർണറിൽ എത്ര ടൈമാണ് അവശേഷിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ടൈം എത്രയാണ്, ഇനി എത്ര ടൈം കൂടിയുണ്ട് എന്നൊക്കെ ഉള്ളത് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എത്ര ടൈം അവശേഷിക്കുന്നു മോക്ക് ടെസ്റ്റിന് എന്നൊക്കെ ഉള്ളത് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. യെസ്. അപ്പോൾ അങ്ങനെ 5 4 3 2 1 0-ൽ എത്തുമ്പോഴത്തേക്ക് മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അഗെയിൻ അവിടെ ഇങ്ങനെ ടൈം ഉണ്ടായിരിക്കും. ടൈം കഴിഞ്ഞ് വീണ്ടും 0-ൽ എത്തുമ്പോഴത്തേക്ക് മോക്ക് ടെസ്റ്റ് എൻഡ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ എക്സാമിനേഷൻ പേജിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകുന്നതായിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു ഇതിന്റെ സൈഡിൽ ടൈമർ ഇങ്ങനെ ഉണ്ടായിരിക്കും. ആ ടൈമർ 5 4 3 2 1 0-ൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന ടൈമിൽ മോക്ക് ടെസ്റ്റ് എൻഡ് ചെയ്യും. മോക്ക് ടെസ്റ്റിൽ നിന്ന് നിങ്ങൾ നേരെ നിങ്ങളുടെ ഒറിജിനൽ എക്സാമിനേഷനിലേക്ക് കടക്കും. അപ്പൊ ആദ്യം നടക്കാൻ പോകുന്നത് മോക്ക് ടെസ്റ്റ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം ഓർക്കാം. റെഡി? അതൊക്കെ ആ ഒരു പാനലിൽ എഴുതി വരും. ആൻഡ് ഇനി ഓരോ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ഇപ്പം തന്നെ നിങ്ങൾക്ക് മോഡൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ലിങ്ക് ആക്ടിവേറ്റ് ചെയ്ത് ആ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. യെസ് മക്കളെ, ഓരോ ചോദ്യവും നിങ്ങൾ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ളൊരു ബട്ടൺ കാണും. അപ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. സേവ് കൊടുത്താൽ മാത്രമേ ആ ഓപ്ഷൻ അവിടെ ഇതാവത്തുള്ളൂ. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾ അടുത്ത ഓപ്ഷനിലേക്ക് റീഡയറക്റ്റ് ആവും, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഇപ്പൊ നിങ്ങൾ 5ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ 6th ക്വസ്റ്റ്യനിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഒരു ഓപ്ഷനും കൂടിയുണ്ട്, സേവ് ആൻഡ് പ്രീവിയസ്. ഇപ്പൊ നിങ്ങൾ 7th ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തു. ആൻഡ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പോയി ചെക്ക് ചെയ്യണം. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇത് സേവ് ചെയ്യുക ആൻഡ് പ്രീവിയസ് 6ലേക്ക് പോവുക. അതാണ് സേവ് ആൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത് സേവ് ചെയ്തു ആൻഡ് നിങ്ങൾ 6th ഒന്നും കൂടി നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്, അല്ലെ 6th നിങ്ങൾ പോവാണ് ഏതെങ്കിലും. ഓക്കെ, ആൻഡ് ഇനി ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, ക്ലിയർ റെസ്പോൺസ്. നിങ്ങൾ ഇപ്പോൾ ഒരു 10ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഓപ്ഷൻ ബി ബബിൾ ചെയ്തു, നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് ഓക്കെ അല്ല, അത് റോങ് ആണെന്ന് ഫീൽ ചെയ്തു, നിങ്ങൾക്ക് അത് ക്ലിയർ ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരമുണ്ട്. അപ്പൊ നീറ്റ് പോലെയല്ല, വൺസ് ബബിൾ ചെയ്താൽ അത് പോകുന്നല്ല, നമുക്ക് ക്ലിയർ ഓപ്ഷൻ കൊടുക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പൊ ക്ലിയർ റെസ്പോൺസ് കൊടുക്കാം. അതേപോലെ ഒരെണ്ണമാണ് മാർക്ക് ഓർ അൺമാർക്ക് ഫോർ റിവ്യൂ. നിങ്ങൾ 20ാമത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു. ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്കൊരു ഡൗട്ട്, അതായത് ഈ ക്വസ്റ്റ്യൻ ഇതാണോ ആൻസർ, ആലോചിച്ചിരുന്നാൽ ഒരുപാട് ടൈം പോകും. അപ്പൊ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിവ്യൂന് കൊടുത്തിട്ട് നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, റിവ്യൂ ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പൊ 17ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓപ്ഷൻ എ ബി സി ഡി ഇ, നിങ്ങൾക്ക് ഏതെങ്കിലും സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ് ആണെന്ന് തോന്നി, പക്ഷെ നിങ്ങൾക്ക് അവിടെ ഒരു ഡൗട്ട് ഉണ്ട്, ഇത് ശരിയാണോ, പക്ഷെ ഇത് ഒരു മാത്തമാറ്റിക്സിന്റെ പ്രോബ്ലം ആണെന്ന് കരുതുക, ഇത് ഒരുപാട് സമയം ഇരുന്ന് ആലോചിക്കാൻ ടൈം ഇല്ല. അപ്പൊ നിങ്ങൾ അതിന് റിവ്യൂവിന് പോകണം. അപ്പൊ നിങ്ങൾക്ക് ഇത് മാർക്ക് ആൻഡ് റിവ്യൂ കൊടുക്കാം. റെഡി? മാർക്ക് ആൻഡ് റിവ്യൂ കൊടുത്ത് നിങ്ങൾക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ അത് അവിടെ ഇങ്ങനെ കിടക്കും. മുഴുവൻ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തതിന് ശേഷം ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഇനി ചില കുട്ടികൾ റിവ്യൂവിന് കൊടുത്തു, പക്ഷെ അവസാനം ആയപ്പോഴത്തേക്ക് ടൈം അങ്ങ് എൻഡ് ചെയ്തു, ഈ ക്വസ്റ്റ്യൻ എടുക്കാൻ, ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാനുള്ള ടൈം കിട്ടിയില്ല എന്ന് കരുതുക. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അത് റിവ്യൂവിന് കൊടുത്താൽ പോലും എന്ത് ചെയ്യും, അത് എക്സാമിനേഷൻ കഴിയുമ്പോൾ അത് OMR റീഡ് ചെയ്യും. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ശരിയാണെങ്കിൽ ആ ഒരു ആൻസറിനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. എന്നാൽ നിങ്ങൾ റിവ്യൂവിന് കൊടുത്തു, പക്ഷേ ഒരു ഓപ്ഷനും സെലക്ട് ചെയ്തിട്ടില്ല, ഒരു ഓപ്ഷനും സെലക്ട് ചെയ്യാണ്ട് വെറുതെ റിവ്യൂവിന് കൊടുത്തതേ ഉള്ളെങ്കിൽ ആ ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യത്തില്ല കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് 2 ഓപ്ഷനാണ്. ഒന്നുകിൽ മാർക്ക് ചെയ്യാതെ റിവ്യൂവിന് കൊടുക്കാം, എന്നിട്ട് എക്സാം തീരുമ്പോൾ ടൈം ഉണ്ടെങ്കിൽ തിരിച്ച് ഈ ക്വസ്റ്റ്യനിലേക്ക് വന്ന് ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും കൂടി കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ബി കറക്റ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബി സെലക്ട് ചെയ്തതിന് ശേഷം ആ ക്വസ്റ്റ്യൻ മാർക്ക് ആൻഡ് റിവ്യൂ കൊടുക്കുക, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി ബി എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇനി എക്സാമിനേഷൻ എൻഡ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും OMR അത് റീഡ് ചെയ്ത് ഈ ക്വസ്റ്റ്യന്റെ ബി ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ആ ബിയുടെ മാർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ഇനി ഇത് മാർക്ക് ചെയ്യാതെ നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്ക് ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് റിവ്യൂവിന് കൊടുത്തിട്ട്
നിങ്ങൾക്ക് അടുത്ത ചോദ്യത്തിലേക്ക് മൂവ് ഓൺ ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾക്ക് ഈ ക്വസ്റ്റിലേക്ക് തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലും നെഗറ്റീവ് മാർക്ക് ഒന്നും ആവത്തില്ല, ആ ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യത്തില്ല, കാരണം നിങ്ങൾ അത് ആൻസർ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് മാർക്ക് ഓർ അൺമാർക്ക് ഫോർ റിവ്യൂ, അതാണ് കാര്യം. മനസ്സിലായോ? ഒന്നുകിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് റിവ്യൂവിനിടാം, പിന്നെ എക്സാമിനേഷൻ ബാക്കി എല്ലാ ചോദ്യം അറ്റൻഡ് ചെയ്തിട്ട് ഈ ക്വസ്റ്റിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമുക്ക് വേറെ എവിടെയെങ്കിലും എഴുതി വെക്കുന്നതിലും ബെറ്റർ ഇതിൽ തന്നെ ഇങ്ങനെ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ അവിടെ ആ ഓരോന്നിനും ഓരോ കളറായിരിക്കും. അപ്പോൾ നമ്മൾ റിവ്യൂവിന് ഇട്ടിട്ടുണ്ടെന്ന് നമുക്ക് കാണിച്ചു തരും. ഓക്കെ, ഇനി മാർക്ക് ചെയ്യാം, മാർക്ക് ചെയ്യാതെ റിവ്യൂവിനിടാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ബട്ട് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആൻസർ എന്തായിരിക്കും, ഫൈനൽ ഇവാലുവേഷനിൽ ആ ആൻസർ കൺസിഡർ ചെയ്യും. ഈവൻ നിങ്ങൾ മാർക്ക്ഡ് ഫോർ റിവ്യൂവിന് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് നിങ്ങൾ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫൈനലായിട്ട് അവർ കൺസിഡർ ചെയ്യും. അത് ശരിയാണെങ്കിൽ ശരിക്കുള്ള മാർക്ക് കിട്ടും, തെറ്റാണെങ്കിൽ മൈനസ് മാർക്കും പോകും. റെഡി അല്ലേ? യെസ്. ഓക്കെ, ആൻഡ് ടൈം ഇങ്ങനെ 0-യിൽ എത്തുമ്പോൾ CBTയുടെ എക്സാമിനേഷൻ എൻഡ് ചെയ്യും, ഓട്ടോമാറ്റിക്കലി തന്നെ എൻഡ് ചെയ്യും. അവർ വന്ന് നമ്മുടെ ഇന്ന് ഈ ബോർഡ് എക്സാം എഴുതുന്ന പോലെ പേപ്പർ വാങ്ങി പോവല്ല, അത് ഓട്ടോമാറ്റിക്കലി എൻഡ് ചെയ്ത് നിങ്ങൾ എക്സാം സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടും. എല്ലാം മോക്ക് ടെസ്റ്റ് കഴിയുന്ന ഉടനെ ഒറിജിനൽ എക്സാമിനേഷനിലേക്ക് നിങ്ങൾ റീഡയറക്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഒറിജിനൽ എക്സാമിനേഷൻ കഴിഞ്ഞ ഉടനെ അത് എൻഡ് ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് നിങ്ങൾ റീഡയറക്റ്റ് ചെയ്യപ്പെടും. അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, അതൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നോളൂ. അവിടെ നിങ്ങൾക്ക് എക്സാം സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്തു, എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾ അൺആൻസർ ചെയ്തു, നിങ്ങൾ സെലക്ട് ചെയ്തില്ല, നിങ്ങൾ ചെയ്ത ചോദ്യങ്ങൾ എത്ര എണ്ണമാണ്, ചെയ്യാത്ത ചോദ്യങ്ങൾ എത്രയാണെന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. ചിലപ്പോൾ ഞാനിത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എത്രമാത്രം മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പം അതിനുള്ള ഫെസിലിറ്റിയാണ് അവർ തന്നിരിക്കുന്നത്. ഈ ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്യുക കുഞ്ഞുങ്ങളെ. ഇപ്പോൾ പ്രാക്ടീസ് ടെസ്റ്റിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് അവിടെ പ്രാക്ടീസ് ടെസ്റ്റ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, എങ്ങനെയാണ് എക്സാമിനേഷൻ നടക്കുന്നത് എന്നുള്ളത് നോക്കുക. ഏറ്റവും നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം ഹോളിലേക്ക് പോവുക. ഇനി ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, മോക്ക് ടെസ്റ്റ് അവിടെ ഉണ്ടായിരിക്കും. നന്നായിട്ട് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്.